ഇന്ത്യൻ സ്റ്റേറ്റിന്റെ നേച്ചർ എന്താണെന്ന് നിങ്ങൾക്ക് അറിയണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? പ്രിയാമ്പിൾ വായിക്കണം. പ്രിയാമ്പിളിനകത്ത് വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഇന്ത്യ ഇസ് എ സോവറിൻ സോഷ്യലിസ്റ്റ് സെക്യുലർ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക്. പക്ഷെ പ്രിയാമ്പിളിന്റെ ഒറിജിനൽ വെർഷൻ, അതായത് 1949 വെർഷൻ നിങ്ങൾ പരിശോധിച്ചാൽ അതിനകത്ത് 3 വാക്കുകളെ നിങ്ങൾക്ക് കിട്ടൂ. ഇന്ത്യ ഇസ് എ സോവറിൻ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക്. ഈ സോഷ്യലിസ്റ്റ് എന്ന് പറയുന്ന, സെക്യുലർ എന്ന് പറയുന്ന വാക്കുകൾ പിന്നീട് 42nd കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ് 1976 വഴി ആഡ് ചെയ്യപ്പെട്ടവയാണ്. അപ്പൊ നമ്മൾ ഇന്ന് ഡീൽ ചെയ്യാൻ പോകുന്ന ചോദ്യം എന്താ? സോഷ്യലിസം അല്ലെങ്കിൽ സോഷ്യലിസ്റ്റ് എന്നുള്ള വാക്ക് 49 പ്രിയാമ്പിളിൽ നിന്ന് എന്തുകൊണ്ട് ഒഴിവാക്കി? 76 സോഷ്യലിസം എന്നുള്ള വാക്ക് എന്തുകൊണ്ട് പ്രിയാമ്പിളിൽ ഉൾപ്പെടുത്തി? അപ്പൊ നമുക്ക് ഫസ്റ്റ് ആസ്പെക്റ്റിലേക്ക് വരാം. എന്തുകൊണ്ട് 49 സോഷ്യലിസം എന്നുള്ള വാക്ക് ഒഴിവാക്കി? അപ്പൊ നമ്മൾ ആദ്യം പോകുന്നത് കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിൽ നടന്ന ചില ഡിബേറ്റുകളിലേക്കായിരുന്നു. അപ്പൊ നമ്മളൊരു വ്യക്തിയെ പരിചയപ്പെടും, KT ഷാ. ഹി വാസ് എ സോഷ്യലിസ്റ്റ്, ഇക്കണോമിസ്റ്റ് ആൻഡ് എ ലോയർ. ഇദ്ദേഹത്തിന്റെ ഒരു ആർഗ്യുമെന്റ് അനുസരിച്ച് ഇന്ത്യൻ സ്റ്റേറ്റ് ഷുഡ് ബി സോവറിൻ, ഫെഡറൽ ആൻഡ് സെക്യുലർ ഇൻ നേച്ചർ. പക്ഷെ ഈ സോഷ്യലിസം എന്നുള്ള വാക്കിനെ പ്രിയാമ്പിളിൽ ഒഴിവാക്കണം എന്നുള്ള ഒരു ആർഗ്യുമെന്റ് കൊണ്ടുവന്നത് അംബേദ്കർ തന്നെയായിരുന്നു. ഇദ്ദേഹം പറഞ്ഞത് ഒരു രാജ്യത്തെ ഒരിക്കലും ഒരു പൊളിറ്റിക്കൽ ഐഡിയോളജി ആയിട്ട് അല്ലെങ്കിൽ ഒരു ഇക്കണോമിക് പ്രിൻസിപ്പിളുമായിട്ട് നമ്മൾ ബൈൻഡ് ചെയ്യരുത്. സ്റ്റേറ്റിന്റെ സർക്കംസ്റ്റാൻസസ് അനുസരിച്ച്, ഫ്യൂച്ചർ നെസസിറ്റി അനുസരിച്ച് സ്റ്റേറ്റ് തന്നെ തീരുമാനിക്കണം, അല്ലെങ്കിൽ ഇന്ത്യൻ സ്റ്റേറ്റ് തന്നെ തീരുമാനിക്കണം നമ്മൾ ഏത് പൊളിറ്റിക്കൽ ഐഡിയോളജി ഫോളോ ചെയ്യണം, അല്ലെങ്കിൽ ഏത് ഇക്കണോമിക് പ്രിൻസിപ്പിൾ ഫോളോ ചെയ്യണം എന്നുള്ളത്. ഇതാണ് സോഷ്യലിസം എന്നുള്ള വാക്ക് പ്രിയാമ്പിളിൽ ആഡ് ചെയ്യപ്പെടാത്ത ഇതിന്റെ ഒരു റീസൺ. ഇനി സെക്കൻഡ് റീസൺ, സോഷ്യലിസം എന്നുള്ള വാക്ക് 1949 നമ്മൾ എടുത്തു നോക്കിയാൽ ഇറ്റ് ഓൾവേസ് ഗെറ്റ്സ് ഇക്വേറ്റഡ് വിത്ത് കമ്മ്യൂണിസ്റ്റ് സോഷ്യലിസം അല്ലെങ്കിൽ സോവിയറ്റ് സോഷ്യലിസം. അപ്പൊ അങ്ങനെ ഒരു വാക്ക് നമ്മൾ നമ്മുടെ പ്രിയാമ്പിളിൽ ആഡ് ചെയ്യപ്പെട്ടാൽ കോൾഡ് വാർ പൊളിറ്റിക്സിൽ നമ്മൾ എൻ്റർ ചെയ്തതായി കണക്കാക്കപ്പെടും, അല്ലെങ്കിൽ നമ്മൾ സോവിയറ്റ് ബ്ലോക്കിന്റെ പാർട്ടായി മാറും, അല്ലെങ്കിൽ ആൾക്കാർ അങ്ങനെ ചിന്തിക്കും. അപ്പൊ ഇന്ത്യ ആരുടെ ശത്രുത ഏറ്റുവാങ്ങേണ്ടി വരും? ക്യാപിറ്റലിസ്റ്റ് ബ്ലോക്കിന്റെ, അതായത് വെസ്റ്റേൺ പവേഴ്സ് നമ്മുടെ ശത്രു ആവാൻ സാധ്യതയുണ്ട്. നമ്മൾ കേട്ടിട്ടുണ്ട് ആൻ അയൺ കർട്ടൻ വാസ് ഡ്രോൺ ബിറ്റ്വീൻ യൂറോപ്പ്. കോൾഡ് വാറിന്റെ സമയം അങ്ങനെയാണ്. ഒരു സൈഡിൽ ക്യാപിറ്റലിസ്റ്റ് പവറുകളും ഒരു സൈഡിൽ കമ്മ്യൂണിസ്റ്റ് പവറുകളും. സോഷ്യലിസം നമ്മൾ നമ്മുടെ പ്രിയാമ്പിളിൽ ഉൾപ്പെടുത്തിയിരുന്നെങ്കിൽ നമ്മൾ കമ്മ്യൂണിസ്റ്റ് ബ്ലോക്കിന്റെ ഭാഗമായി മാറിയനെ, അല്ലെങ്കിൽ ലോകം അങ്ങനെ ചിന്തിച്ചേനെ. ആ അപകടം നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷണൽ ഫ്രെയിമേഴ്സ് തിരിച്ചറിഞ്ഞു. സോ ദേ അവോയ്ഡഡ് ഇൻക്ലൂഡേഷൻ ഓഫ് സോഷ്യലിസം ഇൻ അവർ പ്രിയാമ്പിൾ. ഇനി 76 എന്തുകൊണ്ട് സോഷ്യലിസം എന്നുള്ള ഒരു വാക്ക് നമ്മൾ പ്രിയാമ്പിളിൽ ഇൻസേർട്ട് ചെയ്തു? ഇതിന് പല റീസൺസ് ഉണ്ട്. ഒന്ന്, ഇന്ത്യ ഒരു വെൽഫെയർ സ്റ്റേറ്റ് ആണ്. 1955 അവധി സെഷനിൽ തന്നെ കോൺഗ്രസിന്റെ ഒരു പ്രഖ്യാപനം ഉണ്ടായിരുന്നു, ഇന്ത്യ വിൽ ഫോളോ എ സോഷ്യലിസ്റ്റ് പാറ്റേൺ. അപ്പൊ അന്ന് നടക്കുന്ന ചില കാര്യങ്ങളുണ്ട്. ഒന്ന്, ഫണ്ടമെന്റൽ റൈറ്റ് ടു പ്രോപ്പർട്ടി ഒരു വലിയ പ്രശ്നമായിരിക്കുകയാണ്. അതായത് സോഷ്യലിസ്റ്റ് ഗോൾ നടപ്പിലാക്കുന്നതിന് തടസ്സമായിട്ട് റൈറ്റ് ടു പ്രോപ്പർട്ടി വരികയാണ്. അപ്പൊ ജുഡീഷ്യറിയും നമ്മുടെ ലെജിസ്ലേച്ചറും എക്സിക്യൂട്ടീവുമായിട്ട് ചെറിയൊരു ടഗ് ഓഫ് വാർ നടക്കുകയാണ്. അപ്പൊ ഇതിനെ ഒഴിവാക്കാൻ വേണ്ടി സോഷ്യലിസം എന്നുള്ള പദം എന്ത് ചെയ്തു? ഒരു ഇൻഡിക്കേഷന്റെ രൂപത്തിൽ നമ്മൾ പ്രിയാമ്പിൾ ഇട്ടു. രണ്ടാമത്, ഫണ്ടമെന്റൽ റൈറ്റ്സ് വേഴ്സസ് DPSP. ഇതും ഈ ഒരു ക്ലാഷുമായിട്ട് നമുക്ക് ബന്ധിപ്പിച്ച് കാണാം. വൺ ഇസ് പൊളിറ്റിക്കൽ റൈറ്റ്, ദ അതർ ഇസ് സോഷ്യോ ഇക്കണോമിക് റൈറ്റ്. ഓക്കെ, അല്ലെങ്കിൽ സോഷ്യോ ഇക്കണോമിക് ഡെമോക്രസി നടപ്പിലാക്കുന്നത് DPSP ആണ്. അപ്പൊ ഈ ഒരു ക്ലാഷിലും ജുഡീഷ്യറിക്ക് ഒരു ഇൻഡിക്കേഷൻ ആവാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്തു? പ്രിയാമ്പിളിനകത്ത് സോഷ്യലിസം എന്നുള്ള വാക്കിട്ടു. ഇനി വേറൊരു കോൺഫ്ലിക്റ്റ് കൂടെ നടക്കുന്നുണ്ട്, അമെൻമെന്റ് പവർ ഓഫ് ദ പാർലമെന്റ്, ആർട്ടിക്കിൾ 13 വേഴ്സസ് 368. ഇങ്ങനെ ഒരു ക്ലാഷ് നടക്കുന്നുണ്ട്. അപ്പൊ ജുഡീഷ്യറിക്ക് ഒരു ഇൻഡിക്കേഷൻ ആവാൻ വേണ്ടി ആണ് നമ്മൾ എന്ത് ചെയ്തത്? പ്രിയാമ്പിളിൽ 76 അമെൻമെന്റ് വഴി സോഷ്യലിസം എന്നുള്ളൊരു വാക്ക് ഇൻക്ലൂഡ് ചെയ്തു. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഇതെല്ലാം ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.